കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി. കാത്ത് ലാബ് മെഷീൻ തകരാറിനെ തുടർന്ന് രോഗികളെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. നവീകരണത്തിന്റെ പേരിൽ ബൈപ്പാസ് സർജറിക്കുള്ള 2 തിയേറ്ററുകളും അടച്ചിട്ടിട്ട് 6 മാസമായി. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഘടിപ്പിക്കൽ തുടങ്ങി ഹൃദയ സംബന്ധമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും ആശ്രയമായ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിലെ 3 മെഷീനുകളും തകരാറിലായതോടെയാണ് രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്നത്. മെഷീൻ തകരാർ പരിഹരിച്ച ശേഷം മറ്റൊരു ദിവസം ചികിത്സയ്ക്കായി വരാനാണ് ഡോക്ടർമാർ രോഗികളോട് പറയുന്നത്. അപ്പോ പേഷ്യന്റിന് വേറെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 705 സ്പെഷ്യൽ വാർഡ് CAG പറഞ്ഞ. ഇതുവരെ മരുന്നിനല്ലേ പോയത്, മരുന്നിന് ഡിസ്ചാർജ് വിടാം. അല്ല, ഒരിക്കൽ ചെയ്തതുകൊണ്ട് അതെ കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം. നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇന്നലെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കേടായത്. ഒരു പേഷ്യന്റ് കിടത്തിയിട്ട് കയ്യിൽ സൂചിയൊക്കെ ഇട്ടിട്ട് തുടങ്ങുന്ന സമയത്താണ് കേടായത്. അയാൾ ചെയ്യാതെ സൂചിയൊക്കെ ഊരേണ്ടത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത് പ്രകാരം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ രോഗി ചികിത്സാ ചെലവ് താങ്ങാനാവാതെ മെഡിക്കൽ കോളേജിലേക്ക് ശസ്ത്രക്രിയയ്ക്കായി എത്തിയിരുന്നു. ഈ രോഗിയെ ഉൾപ്പെടെയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ശസ്ത്രക്രിയ ചെയ്യാമെന്നറിയിച്ച് തിരിച്ചയച്ചത്. കാരുണ്യ പദ്ധതിയിലൂടെ ഇവിടെ ലഭിക്കുന്ന ചികിത്സയാണ് പാവപ്പെട്ട രോഗികൾക്ക് ഏക ആശ്രയം. ഇതാണ് മെഷീൻ തകരാറിന്റെ പേരിൽ നിഷേധിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഇവിടെ 3 ഇതുണ്ട്, മെഷീനുണ്ട്. ആ 3 മെഷീനും കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. ഇനി ഒരു ദിവസം തരാം, ആ ദിവസം ശരിയാക്കുമ്പോൾ തരാമെന്ന്. മെഷീൻ ശരിയാക്കി കഴിയുമ്പോൾ വരാം. 9 ദിവസത്തൊക്കെ 10 ദിവസത്തൊക്കെ കണ്ടാണ് പറഞ്ഞിപ്പം. അല്ല ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞതാ, രാവിലെ വന്നുകൊണ്ട് പറഞ്ഞ ഡിസ്ചാർജ് ആണെന്ന്. 2 മെഷീനുകൾ നേരത്തെ തകരാറിലായിരുന്നു. കാത്ത് ലാബിനകത്ത് AC പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയാണെന്ന് ഡോക്ടർമാർ തന്നെ രോഗികളോട് പറയുന്നുണ്ട്. സാധാരണക്കാരുടെ ആശ്രയമായ ഈ ഹൃദയാലയത്തിന്റെ സ്പന്ദനം ഇല്ലാതാക്കുന്നത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മെഷീനുകൾ പണിമുടക്കിയപ്പോൾ അധികൃതർ ഒരു പോംവഴി കണ്ടെത്തി. എല്ലാ രോഗികളെയും ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുക, മെഷീൻ ശരിയാകുമ്പോൾ തിരിച്ചു വരാമെന്ന ഒരു വാക്കും നൽകുക. സർക്കാരിൻ്റെ കനിവിൽ ചികിത്സ തേടിയെത്തിയ ഈ പാവങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് സാർ? ഇതിന് ഇങ്ങനെയാണോ പ്രതിവിധി കാണേണ്ടത്? മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.